ടി ജി, അമേരിക്ക ഇല്ലീഗൽ മൈഗ്രൻസിനെ പുറത്തേക്ക് വിടുന്നു, ഇന്ത്യയിലെത്തിച്ചു, സൈനിക വിമാനത്തിലെത്തിച്ചു. അങ്ങനെയൊക്കെ അമേരിക്കയെ മോദി പേടിച്ചു. അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ട ഒരു ഡിഗ്നിറ്റി നൽകിയില്ല. പിന്നെ ഉയർന്നു വന്നൊരു വാദം, നേരത്തെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമുള്ള സമയത്ത് ഏഴാം കപ്പൽപ്പട വന്നപ്പോൾ ഇന്ദിരാഗാന്ധി പേടിച്ചില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷം ഇപ്പോൾ പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കുന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ അത്ഭുതം പാർലമെൻറ്റിന് പുറത്ത് ബഹളം ഇല്ലാത്തത് എന്താണെന്നാണ്. ഈ അർബൻ നക്സലൊക്കെ ഇറങ്ങി ബഹളം വയ്ക്കേണ്ടതാണ്. അമേരിക്കൻ ബുർഷ്വാ സാമ്രാജ്യത്വം, മൂരാജി പൗരോഹിത്യ കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തിനും അനങ്ങുന്നില്ല. ഇവരുടെയൊക്കെ ഫണ്ട് വരവ് നിന്നോ? അമേരിക്ക ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് ക്രിമിനൽസായിട്ടാണ്. സൗദി അറേബ്യ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വാർത്ത വരുമല്ലോ, സൗദിയിൽ പൊതുമാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. നിതാഖാത്ത് ആർക്കും ഒരു സൂക്കേടും തോന്നാറില്ല. ഏത് കപ്പലിലാണ്, ഏത് വിമാനത്തിലാണ് ഇവരൊക്കെ തിരിച്ചു വരുന്നത്? എങ്ങനെയാണ് അവർ സൗദി ജയിലിലായത്? ഒരു കടലാസും ഇല്ല, കുമ്മട്ടിക്കയില്ല. ഇതിലേക്ക് കയറി വന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയാണ്. അയാൾ സാധാരണ അവർ ചെയ്യേണ്ടത് ഗുണ്ടനാമോ ബേ ജയിലിൽ കൊണ്ടുപോയി ഇടുകയാണ്. അത് ചെയ്യാതെ മാന്യമായിട്ട് ഇന്ത്യ ആയതുകൊണ്ട് അവർ പറഞ്ഞു 18,000 പേരുണ്ട് ഇങ്ങനെ, ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൽ കൂടുതലൊരു പക്ഷേ വന്നു എന്ന് വരാം. ഇതൊക്കെ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ പ്രോസസ്സാണ്. ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തു. 17,749 അങ്ങനെ കൃത്യം ഫിഗറുണ്ട്. 200 ചില്ലാനും പേര് ഇപ്പോഴും സംശയദൃഷ്ടിയിൽ അമേരിക്കയിൽ തന്നെയുണ്ട്. അതിലെ ഫസ്റ്റ് ബാച്ച് 205 ഈ വന്നിരിക്കുന്നത്. അവർക്ക് കൈ കിട്ടിയ ക്രിമിനൽസിനെ അവർ വിലങ്ങ് വയ്ക്കും. അത് ആ രാജ്യത്തെ നിയമമാണ്. നമ്മളതിന് ബഹളം വയ്ക്കുന്ന എന്തിനാ? മറ്റ് രാജ്യങ്ങളിലേക്ക് അവരയച്ചു. കൊളംബിയയാണെന്ന് തോന്നുന്നു. മിലിറ്ററി വിമാനം പറ്റില്ല, ശരി താൻ വിമാനം അയക്കൂ, ഞാൻ അയക്കാം. അയാൾ വിമാനം അയച്ചു, അയാൾ കൊണ്ടുവന്നു. എന്തോ 10-20 പേരേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ 18,000 പേര് നമ്മൾ എന്ത് ചെയ്യണം? എംപറർ അശോക അയച്ചു കൊടുക്കണം അമേരിക്കയിലേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ട്. ഇവർ പോയതെന്തിനാണ്? ഈ കടലാസും സംഗതിയും ഒന്നുമില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് കയറിയവർ, നുഴഞ്ഞു കയറിയവരല്ലേ. നമ്മുടെ ആൾക്കാരാണെങ്കിലും നുഴഞ്ഞു കയറ്റക്കാരാണ്. നമ്മൾ പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും റോഹിംഗ്യ മുസ്ലിങ്ങളെയും ഇതുപോലെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ അടക്കം ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയില്ലേ താമസിക്കുന്നത്. 27 എണ്ണം കഴിഞ്ഞ ദിവസം മുനമ്പത്ത് നിന്ന് പിടിച്ചല്ലോ, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ. അവർക്ക് ഇവരുടെ CAA തിയറി അനുസരിച്ച് പൗരത്വം കൊടുത്തോ അതോ ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയോ? ഡിറ്റൻഷൻ സെൻറ്റർ ഇല്ലയെന്നായിരുന്നു പറഞ്ഞിരുന്നത് കേരളത്തിൽ. ഡിറ്റൻഷൻ സെൻറ്റർ ഇല്ലയെന്ന് പറഞ്ഞ് പുതിയ ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ടാക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെങ്ങാണ്ട്. യു ഹാവ് ടു ഹാവ് ദാറ്റ്. അല്ലെ ചുമ്മാ ധർമ്മസ്ഥലം പോലെ ആൾക്കാരങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്വീകരിച്ച് താമസിപ്പിക്കുകയാണ്. അമേരിക്ക ആ ഏർപ്പാടുണ്ടായിരുന്നു, അവരത് നിർത്തി. ലീഗലായിട്ട് വരുന്നവരെ മാത്രമേ ഞങ്ങൾ താമസിക്കുള്ളൂ, ഇല്ലീഗലായിട്ട് നുഴഞ്ഞു കയറി വന്നവർ. ഇവർ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കടക്കും. മെക്സിക്കോയിൽ വെച്ച് ഇന്ത്യൻ പാസ്പോർട്ട്, ബംഗ്ലാദേശി പാസ്പോർട്ട്, പാകിസ്ഥാൻ പാസ്പോർട്ട് ഒക്കെ കത്തിച്ചു കളയും. എന്നിട്ട് മതിൽ ചാടും. മെക്സിക്കോയിൽ നിന്നുള്ള മതിൽ ചാട്ടാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയുടെ. അപ്പുറത്ത് ചാടിയിട്ട് അമേരിക്കയിൽ ഇറങ്ങി നടക്കുക. അവിടെ ഇവിടെയും പോയിട്ട് വീട്ടു ജോലിക്ക് നിൽക്കി പല ജോലി. ഇപ്പം എൻ്റെ മെല്ലെ ഒരു ക്വാളിഫൈഡൊക്കെയാണ്, മെല്ലെ അകത്ത് കയറുക. ഇങ്ങനെയുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്താക്കുന്നു. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, അവർ ഒരന്തസ്സും അർഹിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ വായുജത്ത് നുഴഞ്ഞ് കയറിയിട്ട് ഞാൻ വായുജത്തിനെ സ്വീകരിക്കണോ മാലയിട്ട്? ഫ്രണ്ട് ഡോറിൽ നേരത്തെ കൂട്ടിയിട്ട് 3 മണിക്ക് കാണാൻ ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഫിക്സ്. അങ്ങനെയല്ലേ മാന്യന്മാർ വരുന്നത്. അല്ലാതെ പാതിരാത്രിക്ക് ഊട് വിളിച്ച് അകത്ത് കയറിയിട്ട് ഞാൻ അതിഥിയാണെന്ന് പറയുന്നു. ഇത് ആരും സമ്മതിക്കില്ല. നിങ്ങളുടെ കുറേ പ്രാന്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ലോകം ഇതനുസരിച്ച് തുള്ളാനൊന്നും നിൽക്കുന്നില്ല. പട്ടാള വിമാനത്തിലോ അടുത്ത ട്രിപ്പ് വരുന്നത് ചിലപ്പോൾ കപ്പലിലായിരിക്കും, ചിലപ്പോൾ യാത്രാ വിമാനത്തിലായിരിക്കും. അവർക്ക് സൗകര്യമുള്ളതിൽ അവർ കയറ്റി അയക്കുന്നുണ്ടല്ലോ. ഗുണ്ടനാമോ ബേയിൽ കൊണ്ട് ഇട്ടാൽ എന്ത് ചെയ്യും? അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ജുഡീഷ്യൽ സിസ്റ്റം അനുസരിച്ച് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ ജയിലിലടയ്ക്കാൻ അവർ തീരുമാനിക്കുന്നു. ജസ്റ്റ് ലൈക്ക് സൗദി അറേബ്യ എന്താ ചെയ്യുന്നത്? മുഹമ്മദ് ബിൻ സൽമാൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടാണല്ലോ. സൗദി അറേബ്യയുമായിട്ട് നമ്മൾ യാതൊരു പ്രശ്നവുമില്ല.
ബട്ട് ഇല്ലീഗലായിട്ട് സൗദി അറേബ്യയിൽ കയറിയവരെ ഇപ്പോഴും അവർ ട്രീറ്റ് ചെയ്യുന്ന അവരെ സൗദിയിലെ ജയിലിൽ കൊണ്ടുപോയിടും. ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ഇവർ കരയും. കുറേ കാലം കഴിയുമ്പോൾ എത്ര എണ്ണത്തെയാണ് പിടിച്ചിപ്പോൾ വെറുതെ ഷാപ്പാട് കൊടുത്തിടുന്നത്, തുറന്ന് വിടുക, അവർ പൊതുമാപ്പ് കൊടുത്ത് വിടുക, എല്ലാവരെയും മാപ്പാക്കി അടുത്ത വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് അയക്കും. അതിന് ആർക്കും ഒരു ദണ്ണവുമില്ല. വിമാനത്തിലാണോ വരുന്നത്, കപ്പലിലാണോ വരുന്നത്, നടന്നു വരികയാണോ, ആർക്കും അറിയില്ല, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ അമേരിക്ക C-17 ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ ബഹളം നടക്കാത്തതെന്ന്. പാർലമെൻറ്റിൽ ബഹളം നടക്കുന്നിരിക്കട്ടെ, പാർലമെൻറ്റിന് പുറത്ത് ബഹളം വയ്ക്കുന്ന ടീമുണ്ടല്ലോ, എന്തുകൊണ്ട് അവർ സൈലൻ്റാണ് ഇപ്പോൾ? കാരണം അവർക്കും കാശ് കിട്ടിക്കൊണ്ടിരുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു, ബഹളം വയ്ക്കാനുള്ള കാശ്. ആ കാശ് നിന്നുപോയി, അവരുടെ ബഹളവും നിന്നു. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് ഒരു രേഖയുമില്ലാതെ നുഴഞ്ഞു കയറിയിട്ട് പിന്നെ ഞാൻ മാന്യനാണെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഒരു ഗുജറാത്തി ഫാമിലിയുടെ സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ സ്വത്ത് മുഴുവൻ അയാൾ വിറ്റു. എന്നിട്ട് അമേരിക്കയിൽ പോകാനായിട്ട് ഇവിടെ നിന്നാരോ കയറ്റി വിട്ടു ഇയാളെ. ശ്രീലങ്കയിൽ പോയി, അവിടെ നിന്ന് പോയി, അങ്ങനെ പോയി, മെക്സിക്കോയിൽ പോയി ഒക്കെ കഴിഞ്ഞ് അയാൾ അമേരിക്കയിലെത്തിയപ്പോൾ പിടിക്കപ്പെട്ടു. ഇപ്പോൾ 10 പൈസ കയ്യിലുമില്ല. ഈ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗുജറാത്തിൽ പണ്ടുണ്ടായിരുന്ന റിലേറ്റീവ്സ് ആരെങ്കിലും, പണ്ടെല്ലാം ഇപ്പോഴും റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അവരാരെങ്കിലും സഹായിക്കണം. അവർ ചോദിക്കുന്നു, നീ എന്തിനാ ഈ പ്രാന്തിന് പോയത്? നേരെ ചൊവ്വേ വിസ എടുത്തിട്ട് നിങ്ങളുടെ ജോലിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് വിസ എടുത്ത് പൊക്കോ. അമേരിക്ക ഇമിഗ്രൻസിനെ വെൽക്കം ചെയ്യുന്നൊരു രാജ്യമാണ്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി ലീഗലി അപ്രൂവ്ഡ്. അല്ലാതെ വേലി ചാടി വരുന്നവനൊന്നും ആരും അവരപ്പോൾ തന്നെ പിടിച്ച് ജയിലിലിടും. അവരുടെ ജയിലിലെ നിയമങ്ങളനുസരിച്ച് അവർ പെരുമാറും. വിലങ്ങ് വയ്ക്കേണ്ടതിനെ വിലങ്ങ് വയ്ക്കും, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. വി ഹാവ് നോ റൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ 18,000 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ നമ്മളുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ഇങ്ങോട്ട് അയച്ചേക്ക് കേട്ടോ, ഞാൻ എടുത്തോളാം, ഞങ്ങളുടെ ആൾക്കാരാണെങ്കിൽ. ഇന്ത്യ ആകെ ഒരു കണ്ടീഷനേ വെച്ചുള്ളൂ, ഇന്ത്യക്കാരാണെന്നുള്ള പേരിൽ ബംഗ്ലാദേശികളോ പാകിസ്ഥാനികളോ ഇവിടെ വരാൻ പാടില്ല. കാരണം ഇന്ത്യക്കറിയാം ഇവർ ഏത് റൂട്ട് വഴിക്കാണ് കയറി ചെന്നിരിക്കുന്നത്. ഇവർ ബംഗ്ലാദേശി, പാകിസ്ഥാനി, ഇന്ത്യ ഈ 3 പേരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, കണ്ടാലും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പോയവരും പാകിസ്ഥാനിൽ നിന്ന് പോയവരും ഒക്കെ ചുളുവിന് ഈ വിമാനത്തിൽ കയറി ഇന്ത്യയിൽ വന്നിറങ്ങും. എല്ലാവർക്കും ഇന്ത്യ വേണം. ഇന്ത്യ എന്നാൽ ഏറ്റവും മോശമായ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 190-ാം സ്ഥാനമാണ്. നമുക്ക് ആരും ഹാപ്പിയല്ല, അതൃപ്തരാണ്. പക്ഷേ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് വരണം. എന്നാൽ ഒരു കടലാസും സംഗതിയും ഒന്നും തരാൻ അവർ തയ്യാറുമില്ല. ഹം കാഗസ് നെയ് ദിഖായെങ്കിൽ. എൻ്റെ അടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ജോലിയിലിരുന്ന് റിട്ടയറായ ഒരാൾ പറഞ്ഞു കേട്ടോ, ഒരു ID കാർഡ്, CA കാലത്താണ്, ഞാനൊരു ID കാർഡോ ആധാർ കാർഡോ ഒന്നും കാണിക്കാൻ പോകുന്നില്ല, പൗരത്വ രജിസ്റ്ററിന് ഞാനെതിരാണ്. ഞാൻ പറഞ്ഞു, മാഷേ ആ കടലാസ് കാണിക്ക്, നിങ്ങൾ സത്യസന്ധനായ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ഗവൺമെൻറ്റിന് ബോധ്യം വരണ്ടേ. ഞാൻ ബോധ്യപ്പെടുത്തുകയില്ല. ഞാൻ പറഞ്ഞു, താൻ ഫോട്ടോയും കൊണ്ട് ഡൽഹിക്ക് പോകും, തൻ്റെ പെൻഷൻ തടഞ്ഞു വയ്ക്കുമോ അവർ? അങ്ങനെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു, പോവാം. കാരണം പൗരനാണോ അല്ലയോ എന്ന് ഉറപ്പുള്ള ഒരാളിന് പെൻഷൻ കൊടുക്കുന്ന എന്തിനാ? ഇപ്പോൾ പൗരനാണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങൾ കടലാസം കൊണ്ട് ചെല്ലണം. അപ്പോൾ നിങ്ങളെ പെൻഷൻ റിലീസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കേരളത്തിൽ നിന്ന് വിമാനം കയറി ഡൽഹിയിൽ പോയിട്ട് അവിടെ പോയി ക്ലാർക്കിന് മുമ്പിൽ അച്ചാ പോറ്റി പറഞ്ഞ് നിങ്ങളുടെ കടലാസും സംഗതിയൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇന്നടത്തെയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കും, ഇല്ലേ? അത് അയ്യോ അങ്ങനെയൊക്കെ ചെയ്യുമോ? അമ്മ അങ്ങനെയൊക്കെ ചെയ്യും. കാരണം പൗരനാണോ അല്ലയോ എന്നറിയേണ്ടത് ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുടെ ആവശ്യമാണത്. യുസേ ഞാൻ ഇവിടുത്തെ ഇതിന് കയ്യിലുള്ള കടലാസ് കാണിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാ? കാണിക്കുന്നത് ഓണസ്റ്റായിട്ട് ജീവിക്കാൻ പഠിക്കും. ഡിസോണസ്റ്റായിട്ട് അമേരിക്കയിൽ പോയി ജീവിച്ചു എന്നുള്ളതാണ് ഇവർ ചെയ്ത കുറ്റം, അവരെത്ര മഹാന്മാരാണെങ്കിൽ. ഈ അമേരിക്കയെ മറ്റ് കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ, നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇവരൊന്നും പേടിച്ചിട്ടേ ഇല്ല. ആ കാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ. മണ്ണങ്കട്ടയാണ്. ചൈന ആക്രമിച്ചപ്പോൾ ആരാണ് അമേരിക്കയുടെ കാല് പിടിച്ചത്? ഈ ജവഹർലാൽ നെഹ്റു. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 38,000 സ്ക്വയർ കിലോമീറ്റർ ചൈന ചുമ്മാ ഇങ്ങ് കയറി വന്നു. പാറപ്പുറത്തിൻ്റെ മനസ്സുകൊണ്ടൊരു മടക്കയാത്ര എന്നൊരു നോവലുണ്ട്. സംഭവം നോവലാണ്, വളരെ രസകരമായ നോവലാണ്. ബട്ട് അതിൽ ഈ ഭാരതത്തിൻ്റെ ഈ മടക്കയാത്രയുണ്ട്. മനസ്സുകൊണ്ടൊരു മടക്കയാത്ര, അതിനകത്തെ ഒരു കഥാപാത്രം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ്. ബട്ട് ആ മടക്കയാത്ര എന്നുള്ള പ്രയോഗം
ഈ ഭാരതം ചൈനയോട് തോറ്റ് മടങ്ങി യാത്ര ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളാണ് ഉടനീളം ആ നോവലിൽ. ആ മടക്കയാത്രയിൽ സംഭവിച്ച വൈകാരികമായ ഒരുപാട് കാര്യങ്ങൾ, പട്ടാളത്തിൽ ചൈനയുടെ പക്ഷത്തേക്ക് ചേർന്നവർ, ഇതെല്ലാം പാറപ്പുറത്ത് ആ നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചൈനയുടെ കസ്റ്റഡിയിൽ പോയിട്ട് 20 ദിവസം കഴിഞ്ഞ് ചൈന കൊണ്ടുവന്ന് റിലീസ് ചെയ്യുന്ന ആൾ, അയാളുടെ ബിഹേവിയർ മാറുന്നത്, അത് ഇന്ത്യ തിരിച്ചറിയുന്നത്, ഇതെല്ലാം ആ നോവലിലുണ്ട്. ഈ ചൈന ഏകപക്ഷീയമായിട്ട് വെടിനിർത്തുകയായിരുന്നു. മനസ്സിലായി? അല്ലാതെ ആരെങ്കിലും ഇടപെട്ടിട്ട് വെടിനിർത്തിയതല്ല. ചൈന അവർക്ക് വേണ്ട സ്ഥലം മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഇനി ഞങ്ങൾ അടിക്കുന്നില്ലടാ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഇത്ര വലിയ നാണക്കേട്. അത് ഏകപക്ഷീയമായി വെടിനിർത്താനായിട്ട് പരോക്ഷമായ സഹായം ചെയ്തത് അമേരിക്കയാണ്. അമേരിക്കയുടെ കരിബു എന്നാണ് ആ വിമാനത്തിന് വിളിക്കുന്നത്. ആ വിമാനങ്ങൾ, 1 ഡസൻ വിമാനങ്ങൾ കൽക്കട്ട എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. കൽക്കട്ടയ്ക്ക് അങ്ങോട്ട് വടക്കോട്ട് ഈ കരിബു ഇറങ്ങാനുള്ളൊരു എയർപോർട്ട് നമുക്കില്ല. കരിബുവിന് മാക്സിമം ഇറങ്ങാവുന്ന എയർപോർട്ട് കൽക്കട്ടയാണ്. അവിടെ ഇറക്കി 12 വിമാനങ്ങൾ. അന്ന് വൈകുന്നേരമാണ് ചൈന ഏകപക്ഷീയമായ വെടിനിർത്തൽ. കാരണം അമേരിക്കയുടെ വിമാനങ്ങളാണ് വന്നിറങ്ങിയിരിക്കുന്നത് കൽക്കട്ടയിൽ. ദാറ്റ് മീൻസ് അമേരിക്ക ഈസ് പ്ലാനിങ് സംതിങ്, ലെറ്റ് us സ്റ്റോപ്പ് ഹിയർ. ഒന്നാമത് ചൈനയുടെ കയ്യിൽ വലിയ ആയുധവും സംഗതിയൊന്നുമില്ല. ഇപ്പോൾ കാണുന്ന ചൈനയൊന്നും അല്ല 62-ലെ ചൈന. ആദ്യത്തെ പട്ടണിക്കാരാണ് അവർ. എന്നിട്ടാണ് നമ്മളെ അവർ ആക്രമിച്ചത്. ഇപ്പോൾ ഈ നെഹ്റുവിൻ്റെ SOS കോളായിരുന്നു ജോൺ എഫ് കെന്നഡിക്ക്, എൻ്റെ പുനയേട്ടാ നമ്മളെ സഹായിക്കണം, എന്തിനാടാ അവനുമായിട്ട് അടികൂടാൻ പോയി, ഞാൻ പോയതല്ല അവനെന്നെ ഓടിച്ചിട്ട് അടിക്കുകയാണെന്ന് പറഞ്ഞു. ഓടിച്ചിട്ടടിച്ചതാണ് നമ്മളെ. ഈ നാണക്കേട് മുഴുവൻ മറ്റും വെച്ചിട്ട് നെഹ്റു പേടിച്ചില്ല, ഇന്ദിരാഗാന്ധി പേടിച്ചില്ല. 7-ാം കപ്പൽപ്പട വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജനം കടന്ന് ഓടിയത് എനിക്കറിയാം. അകവാള് വെട്ടിപ്പോയി മലയാളിയുടെ. ഇന്നുവരെ കപ്പൽപ്പട കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഈ വാചകമല്ലാതെ നമ്മൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഒരു തോക്കോ ബോംബോ കണ്ടിട്ടുണ്ടോ? 1965-ലെ യുദ്ധത്തിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലൊരു ബോംബ് വീണു, പൊട്ടിയില്ല ഭാഗ്യത്തിന്. പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ട ബോംബാണ് എറണാകുളത്ത് വെല്ലിംഗ്ടൺ ഐലൻഡിൽ. അന്നുണ്ടായ സംഭ്രാന്തി അന്ന് ജീവിച്ചിരുന്നവർക്കറിയാം. ഇന്നിപ്പോൾ ലേഖനം എഴുതുന്നവരൊന്നും അന്ന് ജനിച്ചിട്ടില്ല. ഇവരൊക്കെ ഇതിന് ശേഷം ഈ 80s 90s ജനിച്ച ആൾക്കാർ ഒരു ചരിത്രം അറിയാതെ അനുഭവിക്കാതെ ചുമ്മാ അങ്ങോട്ട് കഥകൾ മെനയാണ്. ഇന്ദിരാഗാന്ധി പേടിച്ചില്ല. ആരെ പേടിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആരെ പേടിച്ചിട്ടാണ്? അവർക്ക് സകലരുടെയും പേടിയായിരുന്നു. യു ഗോ ത്രൂ മെനി ഓഫ് ദ ബയോഗ്രഫീസ് ഓഫ് ഇന്ദിരാഗാന്ധി. അവരുടെ ജീവചരിത്രം ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, പുപുൽ ജയക്കാർ അടക്കം. അതിലെല്ലാം ഒരു സ്ത്രീയുടെ പേടി, അത് മനഃശാസ്ത്രപരമായിട്ട് അനലൈസ് ചെയ്ത എഴുത്തുകാരുണ്ട്. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു, അവർക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിൽ വല്ലാത്ത ഹൃദയവേദന ഈ പറഞ്ഞ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖണ്ഡി, അവരുടെ ഭർത്താവ് എന്താ, ഫിറോസ് ഖണ്ഡി, പാഴ്സിയായിരുന്നു ആ മനുഷ്യൻ. ഖണ്ഡി എന്നാണ് സർനെയിം. ആ ഖണ്ഡിയാണ് ഇവർ സമർത്ഥമായിട്ട് ഗാന്ധി എന്നാക്കി മാറ്റിയത്. ഫിറോസ് ഖണ്ഡി അസാമാന്യ ബുദ്ധിമാനായിരുന്നു കേട്ടോ. നല്ല ഒന്നാം തരം പാർലമെൻറ്റേറിയനായിരുന്നു, മിടുക്കനായിരുന്നു. അദ്ദേഹം നേരത്തെ മരിച്ചുപോയി. അതിനുശേഷമുള്ള ഇന്ദിരയുടെ ജീവിതം എം മത്തായി എഴുതിയിരുന്നു, റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്. അതിൽ ഷീ എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ എടുത്തു കളഞ്ഞു ലാസ്റ്റ് മിനിറ്റിൽ. അത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടാണ് പുനേട്ട മാറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എം മത്തായി നെഹ്റുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. മത്തായി അത് എടുത്തു കളഞ്ഞു. എന്നിട്ട് ആ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഷീ എന്നൊരു ചാപ്റ്റർ ഇതിലുണ്ടായിരുന്നു, ഞാനത് ഇങ്ങനെ മാതിരി എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ബുക്ക് ഈസ് അവൈലബിൾ PDF ഫയലായിട്ട് ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോഴും ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയുമല്ലോ, അത് ഭയങ്കരമായിരുന്നു അവർക്ക്. അങ്ങനെയാണ് അവർ സകലമാന മാന്യന്മാരുമായിട്ട് അവർ ഉടക്കിയത്. കാമരാജ്, ലാൽ ബഹദൂർ ശാസ്ത്രി, എത്ര പാവം തങ്കപ്പെട്ട ഗാന്ധിയൻ മനുഷ്യനാണ്. ഇവരെയൊക്കെ ഒതുക്കാനും രാജാജിയെ നെഹ്റു പഠിപ്പിച്ചതാണത്. ആകെ കാമരാജനും കൂട്ടർക്കും പറ്റിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നെഹ്റുവിൻ്റെ കൂടെ 28 വർഷത്തെ എക്സ്പീരിയൻസാണ് ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. ആരെ എങ്ങനെ ഒതുക്കണം എന്ന് നെഹ്റു നന്നായിട്ട് അവരെ പഠിപ്പിച്ചിരുന്നു. അതവർ ശരിക്കും പയറ്റി. അതിലാണ് ഈ നിജലിംഗപ്പ,
കാമരാജ്, മൊറാർജി ദേശായി ഒക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടത് അവരുടെ ഈ സാമർഥ്യത്തിലാണ്, രാഷ്ട്രീയ കുതന്ത്രത്തിലാണ്. ആ കുതന്ത്രത്തിൻ്റെ പിന്നിൽ അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. അടിമുടി 24 മണിക്കൂറും ഭയന്ന് ജീവിച്ചതാണ് ഇന്ദിരാഗാന്ധി. അവർ പേടിച്ചില്ല എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് ജനങ്ങളുടെ പേടി. ഇന്ദിരാഗാന്ധിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും പേടിച്ച ഇന്ദിരാഗാന്ധിയല്ല. ഒരു പൊതുയോഗത്തിന് സംസാരിക്കാൻ വരുന്നു, യാദൃച്ഛികമായിട്ട് ഞാനൊന്ന് എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു, അവർ പ്ലാന്റ് കാണണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ പരിപാടി മാറ്റും. ഇന്ദിരയുടെ ഒരു സ്വഭാവം അതാണ്. അവർ ഓർക്കാപ്പുറത്ത് വേറൊരു വഴിയിലൂടെ അങ്ങ് കയറി വരും. ഇത് സെക്യൂരിറ്റിക്ക് അറിയാം കേട്ടോ, അവരോട് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ജോലിയിൽ നിൽക്കുന്നു, പെട്ടെന്ന് ഇന്ദിരാഗാന്ധി പ്രത്യക്ഷപ്പെടുന്നു. ഞെട്ടിപ്പോയി. ഞങ്ങളൊരു 7-8 പേരുണ്ട് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, നിരയായിട്ട് ഇങ്ങനെ വലിയ കൺട്രോൾ ബോർഡൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ ഡോറിൽ കൂടി ഇവരെ കയറി ഇന്ദിരാഗാന്ധി. ഇപ്പോൾ ഇവരുടെ പ്രോഗ്രാം പബ്ലിക് പ്രോഗ്രാമാണ്. ഞങ്ങളുടെ പ്ലാന്റിൻ്റെ പരിസരത്താണ്, ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് കോമ്പൗണ്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ 10, 300, 400 ഏക്കറാണല്ലേ പ്ലാന്റ്. അവിടെയാണ് പൊതുയോഗം വെച്ചിരുന്നത്. ആ പൊതുയോഗത്തിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് ഡൈവേർഷൻ എടുത്ത് എനിക്കൊന്ന് പ്ലാന്റ് കാണണം എന്ന് പറഞ്ഞിട്ട് ടപ്പെന്ന് പറഞ്ഞ് വന്നതാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഇപ്പം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ചിരിച്ചു, ഹൗ അറിയുമെന്നൊക്കെ ചോദിച്ചു. എന്നൊക്കെ ഞങ്ങളും പറഞ്ഞു. അവർ പോയി. അപ്പം തന്നെ ഹാർഡ്ലി ഒരു 1.5 മിനിറ്റ് ഇത്രയേ ഉള്ളൂ. ബട്ട് അവർക്ക് പേടിയായിരുന്നു. കേരളം പേടിച്ചു വന്നു. 7ാം കപ്പൽപ്പട വരുന്നു എന്ന് പറഞ്ഞ് മനോരമയിൽ വന്ന ഹെഡ്ലൈൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 65 ഐലൻഡിൽ ബോംബ് വീണ് കിടക്കുന്നതിൻ്റെ ഫോട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബോംബ് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പരിഭ്രാന്തരായിരുന്നു കേരള ജനത. ചുമ്മാ വാചകമണി. നമ്മൾ ഇന്ന് വരെ ഒരു യുദ്ധവും കണ്ടിട്ടില്ല, ഒരു ചുക്കും കണ്ടിട്ടില്ല. ഇത്ര നീളത്തിൽ ലേഖനം എഴുതും ഓരോരുത്തരൊക്കെ. അവരൊന്നും ജനിച്ചിട്ട് പോലുമില്ല ഈ പ്രായത്തിലൊന്നും. ദേ ഡോണ്ട് കെയർ അബൌട്ട് ഹിസ്റ്ററി. അല്ല, ഇത് ശരിയാണോ, ഇതൊന്ന് വെരിഫൈ ചെയ്യുക. ഒരു പത്രത്തിൻ്റെ ആർക്കൈവ്സ് ഒന്ന് പരിശോധിച്ച് നോക്കുക. താൻ എഴുതുന്ന പത്രത്തിൻ്റെ ആർക്കൈവ്സ് ഒന്ന് നോക്കണ്ടേ? നോ, അതുപോലും നോക്കില്ല. ഈ ആണവ പരീക്ഷണം പോലും നടത്താൻ സമ്മതിച്ചിരുന്നില്ലല്ലോ അമേരിക്ക ഉള്ള സമയത്ത്. അമേരിക്ക അത് കഴിഞ്ഞ് വാജ്പേയിയുടെ സമയത്തായിരുന്നല്ലോ അത് നടന്നത്. അമേരിക്ക അവരുടെ ഒപ്പം എത്തും എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആരെയും കട്ട് ചെയ്യും. നിങ്ങൾക്ക് ആണവ പരീക്ഷണമൊക്കെ നടത്താം, പ്രൊവൈഡഡ് അമേരിക്ക പറയുന്ന ടേംസിൽ പോകണം. എല്ലാ കാര്യങ്ങളും അമേരിക്ക അറിയണം. അവരാണവ പരീക്ഷണം നടത്താൻ സമ്മതിക്കും, കുഴപ്പമൊന്നുമില്ല. ബട്ട് അവരെ വെല്ലുവിളിക്കുന്ന പവറിലേക്ക് നിങ്ങൾ വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വെറുതെ വിടില്ല. അതിൽ അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് എല്ലാ ലോകരാജ്യങ്ങളും അങ്ങനെയാണ്. എനിക്കൊരു ശത്രു ഉണ്ടായി വരാൻ ഞാൻ സമ്മതിക്കുമോ? ഞാൻ അവനെ അപ്പം തന്നെ വായിച്ചത്തെ ഇവനെ ശ്രദ്ധിച്ചോ, നമ്മൾ രണ്ടുപേരും ചേർന്ന് അവനെ അങ്ങ് വകവരുത്തും. പിന്നെ ഞാൻ നോക്കിക്കഴിയുമ്പോൾ വായിച്ചത്ത് എനിക്കൊപ്പം തലപ്പൊക്കത്തിലേക്ക് വരുന്നു, സമ്മതിക്കില്ല. കാരണം ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് മൈ സർവൈവൽ. വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഈ പ്രിൻസിപ്പിളൊക്കെ പാലിക്കുക, ആരെങ്കിലും വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. രാഷ്ട്ര ജീവിതത്തിൽ അത് പാടില്ല. നമ്മളുടെ ശത്രു നമ്മളോടൊപ്പമോ നമ്മളെക്കാളോ ശക്തനാകുന്നത് നമ്മൾ സമ്മതിക്കരുത്. അതാണ് നമ്മൾ ചെയ്ത ഒരു കുഴപ്പം. പാകിസ്ഥാനിലെ കഹൂട്ട റിയാക്ടർ ഇസ്രായേൽ നമുക്ക് ഓഫർ തന്നതാണ്. റീഫ്യൂൽ ചെയ്യാൻ രാജസ്ഥാനിലോ ഗുജറാത്തിലോ റീഫ്യൂൽ ചെയ്യാനൊരു സ്ഥലം തരിക. ഈ കഹൂട്ട റിയാക്ടർ ഞങ്ങൾ ഇല്ലാതാക്കി തരാം. നിങ്ങളൊരു പ്രസ്താവനയും എഴുതിക്കോ. ഇസ്രായേലിന് ഞങ്ങളുടെ സമ്മതമില്ലാതെ കാണിച്ച ധിക്കാരമാണിത്. ഞങ്ങൾ അറിഞ്ഞില്ല ഇസ്രായേൽ റീഫ്യൂൽ ചെയ്ത കാര്യം. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങളുടെ ശബ്ദത്തിൽ ഇസ്രായേൽ സംസാരിച്ചിട്ട് റീഫ്യൂലിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തട്ടിക്കുമോ? യുണൈറ്റഡ് നേഷൻസിൽ ഞങ്ങൾക്കെതിരെ പ്രമേയം കൊണ്ടുവന്നോ? യു ഡു എവറിതിങ്. ഇനി ഞങ്ങൾ ഇസ്രായേലുമായിട്ട് മിണ്ടുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. ബട്ട് റീഫ്യൂലിങ്ങിന് തരിക, നമുക്ക് ഈ കോമൺ ശത്രുവിനെ ഇല്ലാതാക്കാം. ദിസ് വാസ് ദെയർ ഓഫർ. മോഷെ ദയാൻ്റെ ഓഫറായിരുന്നു. വി ഡിഡ് നോട്ട് എഗ്രി. പഞ്ചശീല തത്വം, മഹാത്മാഗാന്ധി, ബുദ്ധൻ എന്നൊക്കെ പറഞ്ഞു അവർ റിയാക്ടർ ഉണ്ടാക്കി. നമ്മൾ അണുവിസ്ഫോടനം നടത്തിയപ്പോൾ 10 ദിവസത്തിനകം അവരും അണുവിസ്ഫോടനം നടത്തി. അതേസമയം ഇസ്രായേലിൻ്റെ ഡിസൈന് നമ്മൾ കൂട്ടുനിന്നിരുന്നെങ്കിലോ? ഇസ്രായേൽ ഇതാ പറഞ്ഞ ആരും അറിയേണ്ടെന്ന്. ആരും അറിയാതെ ഞാനിത് തീർത്ത് തരാം. എനിക്കെതിരെ നിങ്ങൾ UN പ്രമേയം കൊണ്ടുവരിക, ഇന്ത്യ തന്നെ. ഞങ്ങളറിയാതെ ഞങ്ങളുടെ സ്ഥലത്ത് കയറിയിട്ട് റീഫ്യൂലിംഗ് നടത്തി. ഞങ്ങളുടെ ശബ്ദം കോപ്പി അടിച്ചു. ഇസ്രായേലിന് ഈ പരിപാടി അന്നുമുണ്ട്. ഇസ്രായേൽ റെസ്ക്യൂ അറ്റ് എൻറ്റബെ എയർപോർട്ടിൽ പോയല്ലോ, ഉഗാണ്ടയിൽ. അവിടെ പോകാനായിട്ട് ഇവർക്ക് സൗദി അറേബ്യയുടെ മുകളിൽ കൂടെ പറന്നേ പറ്റുള്ളൂ. വേറെ ഒരു രക്ഷയില്ല, വേറെ റൂട്ടില്ല.
കൂടുതൽ സർക്യൂട്ടസ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും റീഫ്യൂവലിൻ്റെ പ്രശ്നം വരും. അതുകൊണ്ട് ഇവർ ഒരു ഇസ്ലാമിക രാജ്യത്തിലെ വിമാനമാണെന്ന് വരുത്തി അറബിയിൽ സംസാരിച്ചു, പൈലറ്റും കോ പൈലറ്റും. അതിനുവേണ്ടി അറബി ഭാഷ പഠിച്ച പൈലറ്റുമാർ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് അറബി ഭാഷയിൽ സംസാരിച്ചപ്പോൾ സൗദിക്ക് സംശയമൊന്നും തോന്നിയില്ല. പോകുന്ന വിമാനം അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ കേൾക്കുന്നുണ്ട്, പെർഫെക്റ്റ്. ഏതോ ജോർദാൻ്റെ അവൻ്റെയൊക്കെ CU2 എന്നൊക്കെ പറഞ്ഞ് നമ്പേഴ്സ് ഇട്ടാലല്ലോ കളിക്കുന്നത് കൺട്രോൾ ടവറിൽ. ആർക്കും ഒരു സംശയം തോന്നിയില്ല. അങ്ങനെയാണ് അവർ ഉഗാണ്ടയിൽ എൻ്റെബെ എയർപോർട്ടിൽ പോയിട്ട് അവരുടെ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് വന്നത്. ഇറ്റ് ഇസ് ഇസ്രായേൽ. അപ്പോൾ നമ്മൾ പക്ഷേ ഇത്തരം സാഹസത്തിനൊന്നും പോവില്ല. നമ്മൾ ഈ വേണ്ടാത്ത ന്യായമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. മറ്റൊരു രാജ്യവും ഇതിന് ഒരു വിലയും കൊടുക്കുന്നില്ല. ഈ റെട്ടറിക്ക് UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗമൊക്കെ ഉണ്ടല്ലോ, ആ പ്രസംഗത്തിൽ നമ്മൾ സ്വയം വീണു പോവുകയാണ്. ഈ പരിപാടി നിന്നത് ഈ കാർന്നവർ വന്നതിന് ശേഷമാണ്. ഇവിടെ നമ്മുടെ കാർന്നവരും അവിടെ ട്രംപും വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കലാപരിപാടി നിന്നത്. ഇദ്ദേഹം ആദ്യം തന്നെ നിർത്തി. 2014 പുള്ളി അധികാരത്തിൽ വന്നതിന് ശേഷം UN ജനറൽ അസംബ്ലിയിൽ പുള്ളി ബും ബും എന്ന് പറഞ്ഞ് വലിയ ഗാന്ധി, ബുദ്ധൻ, ജൈനൻ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും. പ്രവൃത്തിയിൽ ഇതൊന്നും കാണില്ല. കാരണം അത് ചാണക്യൻ്റെ ഉപദേശമാണ്. അവനെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും രാഷ്ട്രതന്ത്രത്തിൽ ഉണ്ടാവണമെന്നില്ല. ഉണ്ടായാൽ അത് യാദൃശ്ചികം എന്ന് വിചാരിച്ചാൽ മതി. ചാണക്യൻ്റെ അഡ്വൈസ് അതാണ്. ചാണക്യൻ്റെ അഡ്വൈസിൽ നിന്ന് പുറപ്പെട്ടതാണ് പഞ്ചതന്ത്രം. നമ്മുടെ വിഷ്ണു ശർമ്മൻ്റെ പഞ്ചതന്ത്രം. പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ തന്ത്രം ഏതാ? മിത്രഭേദം ആണ്. രണ്ട് മിത്രങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത് എങ്ങനെ? ഇതാണ് പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ കഥ. സത്യമല്ലേ? ഇത് ചാണക്യനിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് വിഷ്ണു ശർമ്മൻ പഞ്ചതന്ത്രം എഴുതുന്നതും നാരായണ പണ്ഡിതൻ ഹിതോപദേശം എഴുതുന്നതും. രണ്ടും രാജകുമാരന്മാർക്കുള്ള ഉപദേശങ്ങളാണ് കഥാരൂപത്തിൽ. അതിലാദ്യത്തെ ഉപദേശം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. മിത്രഭേദം, മിത്രങ്ങളായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നവരെ തമ്മിലടുപ്പിക്കുന്നത് എങ്ങനെ? ഇത് ഭാരതത്തിൻ്റെ ഇത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ മാർട്ടിൻ ലൂതർ കിങ് ആണ്, യേശു ക്രിസ്തുവാണ്, മഹാത്മാഗാന്ധിയാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വ്യക്തിതലത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. വ്യക്തിതലത്തിൽ എനിക്ക് അഹിംസ അനുഷ്ഠിക്കാം, ആരെന്നെ തല്ലിയാലും തിരിച്ചു തല്ലില്ല, പോലീസിലും പരാതി പറയില്ല. വ്യക്തിക്ക് അങ്ങനെ ചെയ്യാം. രാഷ്ട്രത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആരെങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, ആരെങ്കിലും വന്നോട്ടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നോ. ഇപ്പോൾ രാഷ്ട്രത്തിനൊരു രാഷ്ട്രധർമ്മമുണ്ട്, വ്യക്തിക്ക് അവൻ്റെ ധർമ്മമുണ്ട്. വ്യക്തി ഈസ് ഫ്രീ. നിങ്ങളെ ആര് ഉപദ്രവിച്ചാലും ഞാൻ പ്രതികാരം ചെയ്യില്ല, എനിക്കുള്ളതെല്ലാം ഞാൻ നാട്ടുകാർക്ക് വിതരണം ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിക്ക് ജീവിക്കാം. രാഷ്ട്രത്തിന് അങ്ങനെ പറ്റില്ലെന്നേ. ഇത് വ്യക്തിധർമ്മം, രാജധർമ്മം, രാഷ്ട്രധർമ്മം, അമ്മയ്ക്കൊരു ധർമ്മം, മകനൊരു ധർമ്മം, അച്ഛനൊരു ധർമ്മം, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ചാണക്യൻ ഈ ഉപദേശം കൊടുത്തത്. ഈ വാചകം വഴിയൊക്കെ കൊള്ളാം, ബട്ട് പ്രവൃത്തി നമ്മളെപ്പോഴും നമ്മളുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ്. റഷ്യയും ചൈനയും നല്ല കൂട്ടാണ്. ഈ കൂട്ടിങ്ങനെ കൂടിക്കൂടി പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് പാരയാവും ഇവന്മാർ രണ്ടും കൂടെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അവരെ തമ്മിൽ തെറ്റിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. അവരെ യുദ്ധത്തിന് പോകേണ്ട ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും സൂത്രപ്പണിയൊക്കെ പറഞ്ഞ് അവരെ തമ്മിൽ തെറ്റിക്കുക. അതിനെയാണ് പച്ച മലയാളത്തിൽ കുത്തിത്തിരിപ്പ്. കുത്തിത്തിരിപ്പ് ഒരു തന്ത്രമായിട്ട് ആദ്യം പഠിപ്പിച്ചത് വിഷ്ണു ശർമ്മനാണ് പഞ്ചതന്ത്രത്തിലൂടെ. ഇതായിരിക്കണം രാഷ്ട്രത്തിൻ്റെ നയം. അതല്ലാതെ വെറുതെ കരഞ്ഞും വിളിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു വിലയും ഉണ്ടാവില്ല.